ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിന് ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്. സോ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അത് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. അതിൻ്റെ ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എത്തിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ്, അതിൻ്റെ സപ്ലൈയും ആ പ്രോസസ്സിന് ആവശ്യമായത് എത്തിക്കുന്നതും പിന്നെ ഡിസ്പോസൽ, ഈ സ്ക്രാപ്സ് ഡിസ്പോസലും ഈ എല്ലാ പ്രോസസ്സിനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽസും അതേപോലെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസും. ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ. ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ സർജറിക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, ഇപ്പം അവിടെ യൂസ് ചെയ്യുന്ന ഗ്ലൗസ്, അതേപോലെ സിസേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് അതിൻ്റെ ലാസ്റ്റ് ആഫ്റ്റർ റിസൾട്ടിനെ ബാധിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അതൊക്കെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവിടെ സ്റ്റാഫ് ഉപയോഗിക്കുന്ന പെന്ന്, പേപ്പർ, ഇതൊക്കെ അതിൻ്റെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്ന ഘടകങ്ങളല്ല, അങ്ങനെയുള്ള മെറ്റീരിയൽസ് അല്ല. അപ്പോൾ അതെന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക. അതായത് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത്, അതായത് അറ്റ് റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്താണ്, ഓവർ സ്റ്റോക്കും ഉണ്ടാവാൻ പാടില്ല, അണ്ടർ സ്റ്റോക്കും ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ കൂടുതൽ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പയറി ഡേറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് എത്തുന്നതിന് മുന്നേ സാധനം തീരണം, അതായത് ഉപയോഗത്തിലേക്ക് എത്തണം അത്. അപ്പോൾ ഓവർ സ്റ്റോക്ക് ചെയ്യാനും പാടില്ല, അതേപോലെ അണ്ടർ സ്റ്റോക്കും ആവശ്യമുള്ള സമയത്ത് മെറ്റീരിയൽസ് അവൈലബിൾ ആവാതെ ഇരിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് സ്റ്റോക്ക് ചെയ്യുന്നത്, അതായത് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഒഴിവാക്കിയിട്ട് കൃത്യമായ അളവിൽ സ്റ്റോറേജ് ചെയ്തിരിക്കണം. ഇതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അതും കൂടി ഇതിൻ്റെ കൂടെ പറയാനുണ്ട് ഒബ്ജക്റ്റീവ്സിൽ. അതായത് 5R ഇതിൽ പെടുന്നുണ്ട്. അതായത് ആറിൽ തുടങ്ങുന്ന, ആർ എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങുന്ന 5 കാര്യങ്ങൾ എന്താണ്, ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്. ഒന്നാമത്തത്, ദി റൈറ്റ് മെറ്റീരിയൽ അറ്റ് ദി റൈറ്റ് ടൈം ഇൻ ദി റൈറ്റ് എമൗണ്ട് ടു ദി റൈറ്റ് പ്ലേസ് ഫ്രം ദി റൈറ്റ് സോഴ്സ്. ഇത്രയാണ് ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായ സാധനം, റൈറ്റ് മെറ്റീരിയൽ റൈറ്റ് പ്ലേസ്, കൃത്യമായ സ്ഥലത്തേക്ക്. ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട സാധനം അവിടെ തന്നെ എത്തിക്കണം, അത് ഫാർമസിയിൽ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ റൈറ്റ് പ്ലേസിലായിരിക്കണം എത്തിക്കേണ്ടത്. അതേപോലെ എമൗണ്ട് എത്ര ആവശ്യമുണ്ട് ആ കൃത്യം എമൗണ്ടിൽ മെറ്റീരിയൽസ് എത്തിക്കണം. അതേപോലെ റൈറ്റ് സോഴ്സിൽ നിന്നായിരിക്കണം. അതായത് നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത് റൈറ്റ് സോഴ്സിൽ നിന്നായിരിക്കണം. ഇല്ലീഗലായിട്ടൊന്നും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനൊന്നും പാടില്ല. അപ്പൊ റൈറ്റ് സോഴ്സിൽ നിന്നായിരിക്കണം, റൈറ്റ് എമൗണ്ട് വേണം, റൈറ്റ് പ്ലേസ്, അതായത് എവിടെയാണോ ആവശ്യം അവിടെ എത്തിക്കണം. പിന്നെ ആവശ്യമുള്ള സമയത്ത് കൊടുക്കണം. ആവശ്യമുള്ള സമയം കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കൊടുത്തിട്ട് അതിനെ കൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. ഒന്നാമത്തത് മാക്സിമം സ്റ്റോക്ക്. അപ്പോൾ കൂടുതൽ എമൗണ്ട് നമ്മൾ സ്റ്റോക്ക് വെക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് കൂടുതൽ ആക്സെപ്റ്റൻസ് ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പം കൂടുതൽ ആക്സെപ്റ്റൻസ് ഉള്ള പ്രൊഡക്റ്റാണ് മാക്സിമം സ്റ്റോക്ക് വെക്കുക. പിന്നെ അതേപോലെ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് മാക്സിമം സ്റ്റോക്ക് വെക്കുക. കാരണം ആവശ്യമില്ലാത്ത സാധനം നമ്മൾ സ്റ്റോക്ക് വെച്ചാൽ അത് എക്സ്പയർഡ് ആയി പോകും. ഇനി മിനിമം സെക്യൂരിറ്റി സ്റ്റോക്ക്, അതായത് കുറച്ച് കാലം മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുക, അതാണ് മിനിമം സെക്യൂരിറ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ആവശ്യം കുറവായിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് പെട്ടെന്നാവുന്ന സാധനങ്ങളായിരിക്കും മിനിമം സെക്യൂരിറ്റി സ്റ്റോക്ക്. ഇനി റീഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ പർട്ടിക്കുലർ ടൈം പീരീഡിൽ പർട്ടിക്കുലർ എമൗണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പം ഒരു 100 സിറിഞ്ചസ് 2 വീക്സ് സ്റ്റോർ ചെയ്യുന്നു, അതാണ് ഒരു റീഓർഡർ പോയിന്റിന് എക്സാമ്പിൾ. ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ പർട്ടിക്കുലർ ടൈം പീരീഡ് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽസ്. സോ കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ നഷ്ടം വരാൻ ചാൻസ് ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തത് പർച്ചേസ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ മെറ്റീരിയൽസ്, പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. അപ്പം ഏത് സപ്ലയറിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ്
കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പർച്ചേസിങ്ങിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റോറേജ്, അതായത് ഈ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഓരോന്നും കൃത്യമായി സ്റ്റോർ ചെയ്യണം. അതായത് കോൾഡ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യേണ്ടത് ആ ടെമ്പറേച്ചറിൽ തന്നെ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് നശിച്ചു പോകും. അതേപോലെ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ഫാസ്റ്റസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് ആയിരിക്കണം. പിന്നെ മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നത് റിസപ്ഷൻ ആയിരിക്കും. റിസപ്ഷനിൽ മെറ്റീരിയൽസ് ഒക്കെ അൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ കൃത്യമായ കൗണ്ട് നോക്കണം. സോ ഇത്രയാണ് ഹോസ്പിറ്റലിൽ നമ്മളൊരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. താങ്ക് യു.